ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഈ വർഷവും ഫിൻലൻഡ്. കഴിഞ്ഞ 9 വർഷം തുടർച്ചയായിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫസ്റ്റ് വരുന്നത് ഫിൻലൻഡാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം അവിടെ പ്രകൃതിയാണ്. 70% ഫോറസ്റ്റാന്ന് പറയാം. 2030 ഒരു രാജ്യം കാർബൺ ന്യൂട്രാക്കാനുള്ള ശ്രമത്തിലാണ്. 1,80,000 ലേക്കുകളുണ്ട്, 41 നാഷണൽ പാർക്കുണ്ട്. ആർക്കും എവിടെ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു കാര്യം, എൻവയൺമെൻറ്റൽ ഫാക്ടർ. രണ്ടാമത്തേത്, അവർ നിയമങ്ങൾ പാലിക്കുന്ന ആൾക്കാരെ, പ്രത്യേകിച്ച് ട്രാഫിക് നിയമങ്ങൾ. ഇപ്പോൾ ഒരു സൈക്കിളെ വിട്ടാൽ പോലും ഒരു ഹെൽമെറ്റ് വെച്ചാൽ പോകുള്ളൂ. അവർ ഹെൽമെറ്റ് വെച്ച് പോകുന്നത് അവിടെ ആ നിയമം ഉള്ളത് കൊണ്ടല്ല, പോലീസ് പിടിക്കുന്നു പേടിച്ചിട്ടുമല്ല. എൻ്റെ ഒരു തെറ്റുവഴി വേറൊരാളുടെ സന്തോഷം പോകരുതെന്ന് അവർ ഓരോരുത്തരും തീരുമാനിക്കുകയാണ്. ഒരു കൺട്രിയെ ഹാപ്പിയാക്കാൻ അവിടുത്തെ സിറ്റിസൻസ് ഒരുമിച്ച് നിന്ന് നിയമങ്ങൾ പാലിക്കുകയാണ്. ഇൻ ദ ഗോസ്പൽ ഈശോ പറയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ എങ്ങനെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റുന്നത്? എബൈഡ് ബൈ ദ റൂൾ, നിയമങ്ങൾ പാലിക്കണം. അങ്ങനെ നമ്മൾ നിയമങ്ങൾ പാലിക്കുമ്പോൾ ഈശോ പറയുന്ന പോലെ നമ്മളിൽ സന്തോഷം കൂടിയുള്ളൂ. ആ സന്തോഷം കംപ്ലീറ്റ് ആവും. നമ്മുടെ രാജ്യത്ത് മറ്റുള്ളവർ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കണ്ട, നമ്മൾ നിയമങ്ങൾ പാലിക്കുക. അങ്ങനെ ഈശോ പറയുന്ന കംപ്ലീറ്റ് ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് വളരാം.